ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മുത്തശ്ശിയും അതുപോലെ ദേവയാനിയും കൂടി കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നിടത്തേക്ക് നമ്മുടെ ജലജ വരുക. എന്നിട്ട് തുറച്ച് നോക്കിക്കൊണ്ട് അങ്ങ് പോയിട്ടോ. ഈ ജലജയെ കണ്ടപ്പോഴേക്കും ഇവർ സംസാരം അങ്ങ് നിർത്തി. ജലജ അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ കഥകളൊക്കെ അറിഞ്ഞ് ഞാൻ ഞെട്ടിപ്പോയമ്മയെന്ന് പറയുക നമ്മുടെ ദേവയാനിയെ. അപ്പോൾ ജലജ ഇത് കേൾക്കരുതെന്നുള്ള നിർബന്ധം അവർക്കുണ്ടല്ലോ. ശരിക്കും മോളുടെ മുത്തശ്ശി ആരാ എന്ന് ദേവയാനി ചോദിക്കുമ്പം, ഇനിയിപ്പം ഇതിനെപ്പറ്റി നമ്മളായിട്ടൊന്നും പറയാനൊന്നും നിൽക്കേണ്ട, ഇതുകൊണ്ട് ആർക്കും നഷ്ടമൊന്നും ഉണ്ടാവാനില്ലല്ലോ എന്ന് മുത്തശ്ശി പറയാം. മുത്തശ്ശിയുടെ സ്വഭാവമാണ് ആദർശനുള്ളത്. അതുപോലെ നിന്നെപ്പോലെ തന്നെയാണ് നയനയെന്നും നിന്നേക്കാൾ ഒരുപടി നല്ലവളാണെന്ന് വേണമെങ്കിൽ പറയാമെന്നൊക്കെ പറയുമ്പോൾ അത് പതുക്കെയൊന്നും പറയണ്ടമ്മേ, ഉച്ചത്തിൽ തന്നെ അമ്മ പറഞ്ഞു. അവൾ ശരിക്കും പറഞ്ഞാലേ ഈ വീട്ടിലെ മഹാലക്ഷ്മി തന്നെയാണെന്ന് പറഞ്ഞു ദേവയാനി. അതുകൊണ്ടാണ് ആദർശനൊപ്പം സത്യങ്ങൾ അറിയുന്നത് മുന്നേ തന്നെ മോള് നിന്നത്. മോൾക്ക് ആൾക്കാരെ തിരിച്ചറിയാം. എന്നാൽ നീ ആ സമയത്ത് ആദർശനെ വെറുത്തതേ അത്ഭുതമായിട്ടാണ് അവൻ്റെ മുത്തശ്ശൻ പോലും കാണുന്നതെന്നും പറഞ്ഞു. അപ്പം അത് വേറൊന്നും കൊണ്ടല്ല കേട്ടോ, ഈ ലോകത്ത് ആര് നിൻ്റെ മോനെ സംശയിച്ചാലും നീ സംശയിക്കാൻ പാടില്ലായിരുന്നു എന്നാണ് ആദർശൻ്റെ മുത്തശ്ശൻ പറഞ്ഞത്. എന്ന് വെച്ചാൽ അവൻ ജനിച്ച നാൾ മുതൽ കാണുന്ന ഒരാളല്ലേ നീ എന്ന് ചോദിച്ചപ്പോൾ എനിക്ക് തെറ്റുപറ്റിപ്പോയമ്മേ. അത് വേറൊന്നും കൊണ്ടല്ല, ആദർശ് മോളുടെ അച്ഛനാണെന്ന് സമ്മതിച്ചതല്ലേ, അത് തന്നെ നയനമോളും പറയുകയും ചെയ്തു. പിന്നെ ഞാൻ എങ്ങനെയാ അമ്മേ സംശയിക്കാതിരിക്കുന്നതെന്ന് ദേവയാനി ചോദിക്കുക. എന്തായാലും ഇപ്പം സത്യങ്ങളൊക്കെ അറിഞ്ഞല്ലോ, അതിൻ്റെ ഒരു വലിയ ആശ്വാസം ഉണ്ട് എനിക്കെന്നൊക്കെ പറഞ്ഞിങ്ങനെ അമ്മയോട് സംസാരിക്കുന്നു. എൻ്റെ മോൻ തെറ്റുകാരനല്ല എന്ന് അറിഞ്ഞപ്പോൾ എനിക്കുണ്ടായൊരു സന്തോഷമേ അത് പറഞ്ഞറിയിക്കാൻ കഴിയാത്തൊരു സന്തോഷം അമ്മേ. ഇനി പെൺമക്കളില്ലാത്ത ഈ മുത്തശ്ശി മോളെ സ്നേഹിച്ചു കൊല്ലും എന്ന് കൊച്ചിനോട് പറയാം. അപ്പോൾ അങ്ങനെ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇനി ജലജയാണെങ്കിൽ നേരെ നവ്യയുടെ അടുത്തേക്ക് ചെല്ലുക. അവിടെ ചെന്നിട്ട് നിൻ്റെ അമ്മായിയില്ലേ ആ ചന്തമോളോടുള്ള ദേഷ്യമൊക്കെ മാറ്റിയിട്ടേ അവളെ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ നവ്യ ഒന്ന് ഞെട്ടി. അപ്പം നോക്കണ്ട, നീ പോയി നോക്കിയാലും ഞാൻ പറഞ്ഞത് സത്യമാണെന്ന് തന്നെ നിനക്ക് മനസ്സിലാകുമെന്ന് പറഞ്ഞു ഈ ജലജ. ആദർശിൻ്റെ മോളെന്ന് പറയുമ്പോൾ അവരുടെ കൊച്ചുമോളാണല്ലോ. നിൻ്റെ അനിയത്തിക്ക ചന്തമോളുമായിട്ട് യാതൊരു ബന്ധമില്ലാത്തത്, അവർക്കൊക്കെ രക്തബന്ധമാണ് ഉള്ളതെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ നവ്യക്കാകെ ടെൻഷൻ. എൻ്റെ പൊന്നു നവ്യേ, പേരിന് വേണ്ടി ഇടയ്ക്കിടയ്ക്ക് ഈ അവിയുടെ അമ്മായി വന്ന് നമ്മുടെ കുഞ്ഞിനെ വന്ന് എത്തി നോക്കുമെന്നല്ലാതെ ശരിക്ക് ഇന്ന് വരെ ആ കുഞ്ഞിനെ ഒന്ന് ഏട്ടത്തി കൊഞ്ചിച്ചിട്ടുണ്ടോ എന്ന് ജലജ ചോദിച്ച് വിഷം കുത്തി വെക്കുക. ഏട്ടത്തിയുടെ കാര്യമൊക്കെ പോട്ടെ, അബിയുടെ മുത്തശ്ശനും മുത്തശ്ശിയും നിന്റെ മുറിക്കകത്തേക്ക് ഒന്ന് കയറാനെങ്കിലും കൂട്ടാക്കിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പം നവ്യക്ക് ഇതാവണം അതിന് വേണ്ടിയിട്ട്. എന്നിട്ട് ആരും കേൾക്കുന്നുണ്ടോ എന്ന് നോക്കിയിട്ടൊക്കെയാണ് പറഞ്ഞു കൊടുക്കുന്നത്. കള്ളം പറയുന്ന നാവാണ് എൻ്റേതെന്നായിരിക്കും ഒരു പക്ഷെ നീ ചിന്തിക്കുന്നത്. അതെ, ഞാൻ അത്യാവശ്യം ആൾക്കാരെ തമ്മിലടിപ്പിക്കുന്നതൊക്കെയാണ്. പക്ഷെ ഇപ്പം ഞാൻ ഈ പറയുന്നതൊക്കെ നിൻ്റെയും നിൻ്റെ കുഞ്ഞിൻ്റെയും നന്മയ്ക്ക് വേണ്ടിയിട്ടാണെന്നും അത് നീ മനസ്സിലാക്കണമെന്നും പറഞ്ഞു കേട്ടോ. ഈ ചന്തമോളെന്ന് പറയുന്ന കൊച്ച് ഈ വീടിനകത്ത് വന്നില്ലായിരുന്നെങ്കിൽ ഈ ഉറപ്പായിട്ടും ഇവിടെയുള്ളവരെല്ലാവരും നിൻ്റെ കുഞ്ഞിന് വട്ടം ചുറ്റി നിന്നേനെ. ഇപ്പോൾ കണ്ടില്ലേ എന്താ സ്ഥിതിയെന്ന് നിനക്ക് അറിയില്ലേ എന്നൊക്കെ ചോദിക്കണം. പിന്നെ നിൻ്റെ കുഞ്ഞിനെ ശരിക്കും പറഞ്ഞ് നിനക്ക് കിട്ടത്ത് പോലും ഉണ്ടായിരുന്നില്ല. എല്ലാവരും നമ്മുടെ മോനെ എടുത്തോണ്ട് നടന്നേനെ, സ്നേഹിച്ചേനെ. ഇപ്പം ആർക്കും എൻ്റെ അനന്തപത്മനാഭനെ വേണ്ട, എവിടെയോ കിടന്ന് ഒരുത്തിയുടെ കുഞ്ഞിനെയാണ് വേണ്ടത്. ഇതൊക്കെ ഒരു പെൺകുട്ടികളും സഹിക്കുന്നതൊന്നും അല്ല നവ്യയെ, അനുവദിച്ചു കൊടുക്കുന്നതും അല്ല നവ്യെന്നും പറഞ്ഞുകൊണ്ട് ഈ ജലജ ഇങ്ങനെ പിരികേറ്റി വിടും. നവ്യ അവിടെ നിന്ന് അങ്ങ് പോയി. എന്തായാലും ഇത്രത്തോളം ഒരുമ്പിട്ടിറങ്ങിയിട്ടാ അംഗം ഞാൻ ഇവിടം വരെ കൊണ്ടെത്തിച്ചത്. പെണ്ണൊരുമ്പെട്ടാന്ന് കേട്ടിട്ടേ ഉള്ളൂ, അതേതായാലും കാണാൻ കഴിയുന്നുണ്ടെന്നും പറഞ്ഞ് ജലജ ഇങ്ങനെ നിൽക്കുക. അങ്ങനെ ജലജ മനസ്സിൽ കുശുമ്പം വിചാരിച്ച് അവിടെ നിൽക്കുന്നു കേട്ടോ. ഇത് കഴിഞ്ഞ് ദേവയാനി കൊച്ചിനോട് മോൾക്ക് കളിപ്പാട്ടമൊക്കെ ഇഷ്ടപ്പെട്ടോ എന്നൊക്കെ ചോദിച്ചിരിക്കുവാണേ. ഇനിയിപ്പോൾ മോളുടെ നയനാമ്മ വാങ്ങിച്ചുകൊണ്ട് വരുന്നതിനേക്കാളും കൂടുതലാണ് മോളുടെ അമ്മമ്മ വാങ്ങിച്ചു തരാൻ പോണതെന്നും പറഞ്ഞ് ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നവ്യ അങ്ങോട്ടേക്ക് വരുന്നതും ഇതൊക്കെ കാണുന്നതും. ഇതിപ്പം മത്സരിച്ച് എല്ലാവരും മോൾക്ക് കളിപ്പാട്ടം വാങ്ങിച്ചു കൊടുക്കാൻ പോകുന്നത് എന്ന് ദേവയാനി പറയുമ്പം, ഇവക്ക് മാത്രം കളിപ്പാട്ടങ്ങൾ വാങ്ങിച്ചു കൊടുത്താൽ മതി, ഇവൾ മാത്രം കളിപ്പിച്ചാൽ മതി എന്നും പറഞ്ഞ് നവ്യ ഇവരോട് വന്ന് ഒച്ച വയ്ക്കുന്നു. അപ്പോൾ മുത്തശ്ശിയും ദേവയാനിയും പരസ്പരം നോക്കുക. അതിന് മോളുടെ കുഞ്ഞ് ഇതുപോലെ കളിക്കാറൊന്നും ആയിട്ടില്ലല്ലോ, അത് തൊട്ടിലിൽ കിടക്കുമ്പോൾ കളിപ്പാട്ടങ്ങൾ കൊണ്ടുപോയി കിലുക്കി കാണിക്കാമെന്നുള്ളതല്ലാതെ അതിനുള്ള പ്രായം മോനായിട്ടില്ലല്ലോ എന്ന് പറഞ്ഞു മുത്തശ്ശിയെ പറഞ്ഞു നിൽക്കുക നവ്യ. ചന്തുമോളാ ഇപ്പം നവ്യയുടെ പ്രശ്നം എന്ന് ദേവയാനി അന്നേരം പറഞ്ഞു. വലിഞ്ഞ കയറി വന്ന ഒരു പെൺകുട്ടിയാണ് ചന്തു എന്ന് നവ്യയ്ക്ക് മാത്രമല്ല ജലജയ്ക്കും ജാനകിക്കും ഒക്കെ തോന്നുന്നുണ്ടെന്ന കാര്യവും ദേവയാനി പറയുവാണേ. അതുകൊണ്ട് മോളെ ഒന്ന് കളിപ്പിച്ചാലേ, മോളോട് 4 നല്ല വർത്തമാനം പറഞ്ഞാലേ നിങ്ങൾക്കൊക്കെ അത് വലിയ ദേഷ്യമാണെന്ന് പറയുമ്പം സംഗതി ശരിയല്ലേ അമ്മായി, ഇവൾക്ക് ഇത്രയും പരിഗണന ഇവിടെ നിങ്ങളെല്ലാവരും കൂടെ ചേർന്ന് കൊടുക്കേണ്ട വല്ല കാര്യമുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഈ വീടിൻ്റെ ചരിത്രം എന്താണെന്ന് മോളുടെ അമ്മായിയമ്മയോടൊന്ന് ചോദിച്ചു നോക്കും. ചന്തമോളെ പോലെ തന്നെ ഈ വീട്ടിലേക്ക് വന്നവൾ തന്നെയല്ലേ അവളും. അപ്പോൾ അതൊക്കെ എനിക്ക് അറിയാവുന്ന കാര്യങ്ങളാണല്ലോ മുത്തശ്ശി. എന്ന് വെച്ച് എൻ്റെ അമ്മായിമ്മയ്ക്ക് ഈ വീടിനകത്തൊരു അച്ഛനും അമ്മയൊന്നും ഉണ്ടായിരുന്നില്ല.
എൻ്റെ അമ്മായിമ്മ ഒരനാഥയും ആയിരുന്നു. എന്നാൽ ഇതതുപോലെയാണോ? അല്ലല്ലോ. നയനയെ വഞ്ചിക്കല്ലേ ആദർശേട്ടൻ ചെയ്യുന്നത്. അപ്പോൾ വഞ്ചനയുടെ കഥയൊന്നും ആരും പറയണ്ട നവ്യെന്ന് ദേവയാനി അന്നേരം പറഞ്ഞു. ചിലപ്പോഴേ നമ്മൾ കേട്ടതൊന്നും സത്യമാകണമെന്നില്ലെന്ന് പറയുമ്പം പിന്നെ എന്താ സത്യമെന്ന് ചോദിച്ചു നവ്യ നമ്മുടെ ദേവയാനിയോട്. അപ്പോൾ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുവാണ്. അതൊക്കെ പോട്ടെ, ഇന്നലെ വരെ ദേഷ്യമായിരുന്നല്ലോ ഇന്ന് അമ്മായിക്ക് ഇവളോട്. പിന്നെ എന്താ പെട്ടെന്ന് ഇപ്പം പറ്റിയത്? അമ്മായിയാണല്ലോ ഈ ടോയ്സൊക്കെ ഇവൾക്ക് വാങ്ങിച്ചു കൊടുത്തത്. ആദർശം നയനമോളെ ഇഷ്ടപ്പെടുന്ന ഞങ്ങളുടെ ചന്തമോളെ എനിക്കും ഇനി കണ്ടില്ല എന്ന് നടിക്കാൻ കഴിയില്ല, സ്നേഹിക്കാതിരിക്കാനും കഴിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അത് കേട്ടല്ലോ, അതുകൊണ്ട് ഇനി മോളെ സ്നേഹിക്കുന്നവരെ വെറുതെ ചോദ്യം ചെയ്യാനായിട്ട് നീ വരണ്ട നവ്യെന്ന് പറഞ്ഞു മുത്തശ്ശി. അപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല, ഇപ്പം ഈ തറവാടിൻ്റെ പോക്കെ ഒരുമാതിരി തലതിരിഞ്ഞ രീതിയിലാണെന്നും അത് ശരിയാവില്ല എന്ന് നവ്യ പറയുമ്പോൾ തലതിരിഞ്ഞ രീതിയിലാണ് പോക്കെങ്കിലേ തലതിരിഞ്ഞവർ ഈ വീടിനകത്തുണ്ടെന്ന് വേണം കരുതാനെന്ന് പറഞ്ഞു നവ്യയോട് ദേവയാനി. അത് തന്നെ എനിക്ക് അമ്മായിയോട് പറയാനുള്ളത്. ഇന്നലെ വരെ മാന്യരായി കഴിഞ്ഞ പലരും ഇപ്പോൾ തലതിരിഞ്ഞാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതെന്നും പറഞ്ഞ് നവ്യ അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയി. എന്ന് പറഞ്ഞ് നവ്യ അങ്ങ് പോയപ്പോൾ ആ ജലജ പിരികേറ്റി വിട്ടതാണെന്ന് മുത്തശ്ശി പറയാം. സത്യം അറിയാത്തിടത്തോളം കാലം അവൾ അങ്ങനെയൊക്കെ പറയും ദേവയാനി. അതിനൊപ്പം ഒന്ന് നമ്മൾ നിൽക്കണ്ടെന്ന് മുത്തശ്ശി പറയാം. അതിപ്പോൾ അവളെന്നല്ല ഏത് പെണ്ണായാലും അങ്ങനെ പറയില്ലേ ദേവയാനി എന്ന് ചോദിക്കുക. പറയില്ലമ്മേ, എൻ്റെ മരുമോള് പറയില്ല എന്ന് നേരം ദേവയാനി പറയുന്നു. പിന്നെ ആദർശ് ചെയ്തതേ തെറ്റാണോ ശരിയാണോ എന്നറിയുന്നതിന് മുൻപ് തന്നെ ആദർശിൻ്റെ ഒപ്പം നിന്നവളാണ് നയന. അവൾ ഒരിക്കലും ഇങ്ങനെയൊന്നും പറയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ വലിയൊരു പ്രതിസന്ധിയിൽ ആദർശിനൊപ്പം നിൽക്കുകയാണ് അവൾ ചെയ്തത്. അപ്പോൾ അവൾ നല്ല കുട്ടിയല്ലേ അമ്മേ എന്നൊക്കെ ചോദിച്ചു. പിന്നെ നവ്യ ഈ കാണിക്കുന്നതും പറയുന്നതെല്ലാം തെറ്റ് തന്നെയാണ്. ആദർശും നയനയും ഇത് ആദർശിൻ്റെ കുഞ്ഞാണെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് മറിച്ച് ചിന്തിക്കാൻ പോലും പറ്റിയില്ല അമ്മേ. ഞാൻ അതുകൊണ്ടാണ് അന്ന് അങ്ങനെയൊക്കെ പെരുമാറിയതെന്നൊക്കെ പറഞ്ഞ് ദേവയാനി ഇങ്ങനെ പറയുന്നതെല്ലാം കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ മുത്തശ്ശൻ മുറിയിലിരിക്കുന്നു. അപ്പം മുത്തശ്ശൻ്റെ അടുത്തേക്ക് ദേവയാനി കടന്നു വരുന്നു. അപ്പോൾ ദേവയാനി വന്നപ്പം അച്ഛൻ പറഞ്ഞതേ ശരിയാ, കുട്ടിക്കാലം മുതലേ ഞാൻ എൻ്റെ മോനെ സംശയിച്ചിട്ടില്ല എന്നും എന്നാൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായിട്ട് അനാവശ്യ സംശയങ്ങൾ ഉള്ളിൽ വെച്ചുകൊണ്ടാണ് ഞാൻ നടന്നതെന്നുള്ള കാര്യമൊക്കെ പറയുക ദേവയാനി. അവനെ ചെയ്യാത്ത തെറ്റിൻ്റെ പേരിൽ ഒരുപാട് ഞാൻ കുറ്റപ്പെടുത്തിയെന്നും പറഞ്ഞു. പിന്നെ അതിലേറെ എല്ലാം സഹിക്കുന്ന എൻ്റെ മരുമോളെയും ഞാൻ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്നൊക്കെ പറഞ്ഞ് എന്നാൽ ഇപ്പം ഞാൻ അറിയേണ്ടതെല്ലാം അറിഞ്ഞച്ചാന്നൊക്കെ പറയുക കേട്ടോ. അപ്പോൾ അറിഞ്ഞോ? മരുമോളും മോനും എല്ലാ സത്യങ്ങളും പറഞ്ഞു അമ്മയോട്. അച്ഛാ, അവരൊന്നും എന്നോട് പറഞ്ഞില്ല. അതിലെനിക്ക് നല്ല ദേഷ്യമുണ്ടെന്ന് ദേവയാനി അച്ഛനോട് പറയാം. പിന്നെ നമ്മുടെ കിരണുണ്ടല്ലോ, അവനാ നടന്നതൊക്കെ എന്നോട് വിശദമായിട്ട് പറഞ്ഞത് എന്ന കാര്യം ഇങ്ങനെ നമ്മുടെ ദേവയാനി പറയുമ്പോൾ നീ നിന്റെ മകനെ ഇത്രയും ദിവസം മുൾമുനയിൽ നിർത്തിയിരിക്കുകയല്ലായിരുന്നു എന്ന് ചോദിച്ചപ്പോൾ സത്യങ്ങൾ അറിഞ്ഞപ്പോൾ എന്തെന്നില്ലാത്തൊരാശ്വാസം ഉണ്ടച്ചാന്ന് ദേവയാനി അച്ഛനോട് പറഞ്ഞു. അവൻ്റെ വിവാഹത്തിന് മുൻപ് മറ്റൊരു പെൺകുട്ടിയിൽ ഒരു കുഞ്ഞുണ്ടെന്നൊക്കെ അറിഞ്ഞപ്പോൾ സത്യം പറഞ്ഞ ജീവിതം അവസാനിപ്പിച്ച് കളഞ്ഞേക്കാമെന്ന് പോലും എനിക്ക് തോന്നിപ്പോയച്ചാ. അതിനുശേഷം നയനമോളുടെ മുഖം കാണുമ്പോഴേ എനിക്കാണെങ്കിൽ അവളോടുള്ള ദേഷ്യം കൂടി വരികയായിരുന്നു അച്ഛാന്ന് ദേവയാനി അച്ഛനോട് പറയുന്നു. അപ്പോഴും നിന്റെ മുന്നിൽ മോള് ചിരിച്ചോണ്ടല്ലോ നിന്നത്. അവൾക്കറിയാം അവളുടെ ഭർത്താവിനെ. പിന്നെ എന്നാൽ സ്വന്തം അമ്മയ്ക്കാണ് മകനെ മനസ്സിലാകാതിരുന്നതെന്നൊക്കെ മുത്തശ്ശൻ പറയുമ്പം അച്ഛാ അവന് തെറ്റുപറ്റിയെന്ന് അവൻ തന്നെ പറയുമ്പോൾ ഞാൻ പിന്നെ എന്താ അച്ഛാ വേണ്ടത്? നയനയും പറഞ്ഞു കുഞ്ഞ് ആദർശിൻ്റേതാണെന്നുള്ളത്. അപ്പം പിന്നെ ഞാൻ എങ്ങനെയാണ് വിശ്വസിക്കാതിരിക്കുക എന്ന് ചോദിച്ചപ്പം മോളെ ചന്തമോള് അബിയുടെ കുഞ്ഞാണെന്ന് ഈ വീട്ടിലുള്ളവർ സംശയിച്ചതുപോലെ തന്നെ ആ കുഞ്ഞിന് അപകടം സംഭവിക്കും. അവന് ആ കുഞ്ഞിനെ തള്ളിക്കളയുന്നു മാത്രമല്ല അതിനെ ഇല്ലാതാക്കാൻ ശ്രമിച്ചെന്ന് വരെ വരുമെന്നുള്ള കാര്യം മുത്തശ്ശൻ ഇങ്ങനെ പറയാം. അച്ഛാ, അവൻ്റെ സ്വഭാവം ഓരോ ദിവസം കഴിയും തോറും മോശമായി വരികയാണല്ലോ എന്ന് ദേവയാനി പറയുമ്പം അവൻ്റെ അമ്മയുടെ സ്വഭാവം അതുപോലെ തന്നെയാണ്. അവൾ ഇന്നൊരു മുത്തശ്ശിയല്ലേ, എന്നിട്ട് അവൾ നന്നായോ? അതിൻ്റെ എന്തെങ്കിലും ഒരു പക്വത അവൾക്ക് ഇന്നുവരെ ഉണ്ടായിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ച് മക്കൾ നന്നാകണമെങ്കിൽ ആദ്യം അച്ഛനും അമ്മയുമാണ് നന്നാകേണ്ടത്. കുടുംബത്തിലുള്ളവരും നന്നായാലേ മക്കൾ എവിടെ പോയാലും നന്നായി ജീവിക്കുമെന്നുള്ള കാര്യങ്ങളും മുത്തശ്ശൻ ഇങ്ങനെ പറയാം. പിന്നെ മറ്റുള്ളവരെ കൊണ്ട് നല്ലത് പറയിപ്പിക്കുകയും ചെയ്യുമെന്നും പറഞ്ഞു. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ എനിക്ക് പറ്റിയ ഏറ്റവും വലിയ തെറ്റാണ് ജലജ. അന്ന് ഞാൻ അവളെ ഏറ്റെടുക്കുമ്പോൾ എൻ്റെയും വസുന്ധരയുടെയും മുന്നിൽ കണ്ണുനീരോട് നിൽക്കുന്ന ഒരു പെൺകുട്ടിയുടെ മുഖം മാത്രമേ എൻ്റെ മുന്നിൽ ഉണ്ടായിരുന്നുള്ളൂ. എന്നാലേ കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വലിയൊരു ഇതാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. അങ്ങനെ വലിയൊരു തീക്കനലാണ് എടുത്തുള്ളിലേക്ക് വെച്ചതെന്ന് ഞങ്ങൾ അറിഞ്ഞിരുന്നില്ല എന്നൊക്കെ മുത്തശ്ശൻ ഇങ്ങനെ ദേവയാനിയോട് പറയുന്നുണ്ട്. ഇനിയിപ്പോൾ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഏതായാലും നീ സത്യങ്ങളൊക്കെ അറിഞ്ഞല്ലോ. ഇനി മകനും മരുമകൾക്കും ഒപ്പം ചന്തമോളെ സ്നേഹിക്കാൻ നോക്കാൻ പറഞ്ഞു. ആ കുഞ്ഞിന് നീ നല്ലൊരു മുത്തശ്ശിയാകണമെന്നും നല്ലത് പറഞ്ഞു കൊടുക്കുകയും വേണമെന്ന് പറഞ്ഞു.
നല്ല ശീലങ്ങൾ പറഞ്ഞു കൊടുക്കുകയും വേണമെന്ന് പറഞ്ഞ് അപ്പം ഇനി എനിക്ക് അതിനൊരു ബുദ്ധിമുട്ടും ഇല്ല അച്ഛാ, ഞാൻ ചെയ്യും അച്ഛാന്ന് ദേവയാനി മുത്തശ്ശനോട് പറയാം. പിന്നെ ആദർശനോട് എനിക്ക് ദേഷ്യമുള്ളപ്പോൾ പോലും സത്യം പറഞ്ഞാൽ ഞാൻ ചന്തുമോളെ വെറുത്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് ഞാൻ ദേഷ്യം കാണിക്കുന്നുണ്ടായിരുന്നു എന്ന് മാത്രം. അച്ഛൻ പറഞ്ഞതേ 100% ശരിയാ. ആ കുഞ്ഞിനെ പോലൊരു മോള് ആദർശിൻ്റെയും നയനയുടെയും മകളായിട്ട് ഇവിടെ തന്നെയാണ് വളരേണ്ടത്. ആ കുഞ്ഞിവിടെ വളരണമെന്നും പറഞ്ഞ് ദേവയാനി അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയേ. ദേവയാനി അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ മുത്തശ്ശൻ ഇങ്ങനെ ഇവിടെ ആകെ ഇതായിട്ട് നിൽക്കുക. അത് കഴിഞ്ഞ് പിന്നെ ജയനെയാണ് കാണിക്കുന്നത്. ജയൻ അവിടെ എന്തൊക്കെ പേപ്പറുകളൊക്കെ അടുക്കി പെറുക്കി വെക്കുന്ന സമയത്ത് ചേട്ടൻ പോകാൻ റെഡിയായെന്ന് ചോദിച്ചുകൊണ്ട് ദേവയാനി വന്നു. ആയല്ലോ. എന്താ ദേവയാനി, തൻ്റെ മുഖത്ത് എന്താ ഇന്നത്ര സന്തോഷം കാണുന്നുണ്ടല്ലോ. അപ്പോൾ ദേവേനെ നല്ല ചിരിയും ചിരിച്ചിങ്ങനെ നിൽക്കാം. അത് തന്നെ ഞാൻ ജയേട്ടനോട് മാപ്പ് ചോദിക്കാമെന്ന് പറയുമ്പം അതിന് താൻ എന്ത് തെറ്റാണോ ചെയ്തേ? ഞാൻ നമ്മുടെ മോനെ സംശയിച്ചപ്പോഴൊക്കെ ജയേട്ടൻ പറഞ്ഞിരുന്നില്ലേ അവൻ തെറ്റൊന്നും ചെയ്യില്ല എന്ന്. അത് ഞാനും അച്ഛനും അജയനും ഒക്കെ പറഞ്ഞിരുന്നല്ലേ. എനിക്കും അതേ അഭിപ്രായം തന്നെയായിരുന്നല്ലോ. എന്താ ഇപ്പം തെറ്റില്ലെന്നൊക്കെ മനസ്സിലാക്കിയോന്ന് ചോദിച്ചു. മനസ്സിലാക്കിയെന്നും എൻ്റെ മകൻ നല്ലവനാണെന്നും പറയാം. ചന്തുമോളുടെ അച്ഛൻ ആദർശല്ല. എൻ്റെ ദേവേ, ആദർശ് അങ്ങനെ ഒരു തെറ്റ് ചെയ്യുമായിരുന്നെങ്കിൽ അത് തുറന്നു പറയാനുള്ള ഒരു ചങ്കുറപ്പും അവനുണ്ടാകും. കല്യാണത്തിന് മുൻപ് അനഘ എന്നുള്ളൊരു പെൺകുട്ടിയെ അവൻ സ്നേഹിച്ചിരുന്നെങ്കിൽ അവളെ അവൻ്റെ ഭാര്യ ഉണ്ടാകുമായിരുന്നുള്ളൂ. പിന്നെ ആ കുട്ടിയോട് അവൻ അബദ്ധം കാണിച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും അവൻ അവളെ കൈവിടുമായിരുന്നില്ല എന്ന കാര്യവും പറയും അച്ഛൻ. അത് ചിന്തിക്കാനുള്ള സാമാന്യ ബോധം നമുക്കുണ്ടെങ്കിൽ അവനെ സംശയിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യവും നമുക്കില്ല എന്ന് പറഞ്ഞു. സത്യം പറഞ്ഞാൽ ഇതെൻ്റെ മനസ്സിൽ വല്ലാത്തൊരു ഭാരമായി കിടക്കായിരുന്നു ചേട്ടാന്ന് പറയുമ്പം കിടക്കുമായിരുന്നില്ല, ഉറക്കം പോലും എനിക്ക് നഷ്ടപ്പെട്ടു പോയിരുന്നു എന്ന് പറ കുറച്ച് ദിവസമായിട്ട്. അതുകൊണ്ട് എനിക്ക് നന്നായിട്ട് ഉറങ്ങാൻ ചെയ്യട്ടാ. ഞാൻ കിരണിനെ വിളിച്ചു വരുത്തിയിരുന്നു. എന്നിട്ട് അവനോട് കാര്യങ്ങളൊക്കെ ചോദിച്ചു. അവൻ ആദർശിൻ്റെ കുഞ്ഞല്ല ചന്തുമോളെന്ന് മാത്രമാണ് പറഞ്ഞത്. ബാക്കിയൊക്കെ പറഞ്ഞതേ നമ്മുടെ മരുമോളാണെന്നൊക്കെ പറയുമ്പോൾ അത് ശരി. ഇടയ്ക്ക് ഞാനും കിരണിനെ വിളിച്ചായിരുന്നു. ചന്തുമോളുടെ പേരിൽ ഇവിടെ ചില വിഷയങ്ങളൊക്കെ നടക്കുക. എന്താ മോനെ സത്യം എന്നൊക്കെ ഞാൻ അവനോട് ചോദിച്ചിരുന്നു. എനിക്കൊന്നും അറിയില്ല അങ്കിളെ എന്നാണ് അവൻ എന്നോട് പറഞ്ഞത്. ജയേട്ടാ, അവൻ ആദർശിൻ്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരനല്ലേ? അതുകൊണ്ടായിരിക്കും ഒരു പക്ഷെ അവനൊന്നും പറയാതിരുന്നത്. ഇപ്പോൾ ആദർശ് ചന്തുമോളുടെ അച്ഛനല്ലെന്നും ആരാണ് അനഘയെ ചതിച്ചതെന്നൊക്കെ നയനമോൾ എന്നോട് പറഞ്ഞു എന്ന് പറയുമ്പം ആദർശ് ചന്തുമോളുടെ അച്ഛനല്ല എന്ന് എനിക്ക് ഉറപ്പായിരുന്നു എന്ന കാര്യം ജയൻ അന്നേരം പറയാം. പിന്നെ ആരാ അതിന് ഉത്തരവാദി എന്ന് ജയൻ ദേവയാനിയോട് ചോദിച്ചു കേട്ടോ. അനന്തപുരിയിലെ കൊച്ചുമോനാണ് ചന്തുമോളുടെ അച്ഛൻ, അങ്ങനെയാണ് അനഘ എന്ന് അച്ഛനോട് പറഞ്ഞിരിക്കുന്നതെന്ന് പറയുമ്പം അത് സത്യമാണ്. അച്ഛൻ്റെ കൊച്ചുമോൻ തന്നെയാണല്ലോ ചന്തുമോളുടെ അച്ഛൻ എന്ന് ദേവയാനി. അതാരാ? അപ്പോൾ വേറെ ആരാ? അച്ഛൻ്റെ കൊച്ചുമക്കളിൽ ഈ വീട്ടിൽ ഒരു കുറുക്കനല്ലേ ഉള്ളൂ, അവൻ തന്നെയാണെന്ന് പറയുമ്പം അബിയോ എന്ന് ജയൻ ചോദിച്ചു. അതേന്ന് പറയുമ്പം ജയൻ ഞെട്ടിയിട്ടോ. അബിയാണ് അനഘയെ വഞ്ചിച്ചത് എന്ന് പറയുമ്പം എന്നിട്ടാണോ അവൻ ഈ പ്രകടനമൊക്കെ നടത്തുന്നതെന്ന് ചോദിച്ചു. എന്തായാലും നാട് നീളെ വിളിച്ചു കൂവി നടക്കുകയാണ് അബിയാണ് കൊച്ചിൻ്റെ അച്ഛനെന്നുള്ള കാര്യം ദേവയാനി. എന്നിട്ട് അവൻ ഇത്രയൊക്കെ കാണിച്ചു വെച്ചിട്ട് അവൻ്റെ ഭാര്യയോട് അവൻ എന്തൊരു സ്നേഹം. എൻ്റെ ജയേട്ട അതൊക്കെ അവൻ്റെ അഭിനയം. വലിയൊരു തെറ്റ് ചെയ്തു എന്ന് അവന് നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണ് അവൻ അവൻ്റെ ഭാര്യയെയും കുഞ്ഞിനെയും ഇപ്പോൾ സ്നേഹിക്കുന്നത്. അതിലെ ഒരാത്മാർത്ഥതയില്ല. എന്നിട്ട് അവനും അവൻ്റെ അമ്മയൊക്കെ ഏതെല്ലാം രീതിയിലാണ് ആദർശിനെ ഒറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. നവ്യയ്ക്കും ആദർശിനെ ഇപ്പം ഇഷ്ടമല്ലല്ലോ. അവൾ എന്തൊക്കെയാണ് പറയുന്നത്? ഈ സത്യം ആരോടും പറയരുതെന്നാണ് നമ്മുടെ മോനും മരുമോളും എന്നോട് പറഞ്ഞിരിക്കുന്നത്. അത് നമ്മൾ എന്തായാലും പാലിക്കണം ചെയ്യട്ടാ എന്ന് ദേവയാനി പറഞ്ഞു. അവർ കുടുംബത്തിൻ്റെ കെട്ടുറപ്പിന് വേണ്ടിയിട്ടല്ല അങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് പറയുമ്പോൾ നമ്മുടെ മരുമോളെ മനസ്സിലാക്കാൻ നീ ഒരുപാട് വൈകിപ്പോയി ദേവയാനി എന്ന് ജയൻ അന്നേരം ദേവയാനിയോട് പറഞ്ഞു. എങ്കിലും ഇപ്പം കാര്യങ്ങളൊക്കെ നിനക്ക് അറിയാമല്ലോ, അത് തന്നെ ആശ്വാസം. അതുകൊണ്ട് അവരെ സ്നേഹിച്ച് അവർ പറയുന്നത് കേട്ട് പോകുന്നതാണ് നല്ലതെന്ന കാര്യവും പറഞ്ഞു ജയൻ. രണ്ടാളും കുടുംബത്തിനെ വെട്ടുമുറിക്കുന്ന ഒരു കാര്യങ്ങളും ചെയ്യില്ല എന്നും പറഞ്ഞ് എന്തായാലും അജയനോ ഇതൊന്നും അറിയില്ല. അവനെ ഉടനെ തന്നെ ഇത് അറിയിക്കണമെന്നുള്ള കാര്യം ജയൻ പറയാം. പിന്നെ നമ്മുടെ മോനെയും മരുമകളെയും കാണണമെന്ന കാര്യവും പറഞ്ഞു. അതും പറഞ്ഞ് ജയൻ അവിടെ നിന്ന് അങ്ങ് പോയി. ദേവയാനി ഇങ്ങനെ അവിടെ നിൽക്കുക കേട്ടോ. ഇത് കഴിഞ്ഞ് പിന്നെ അജയൻ ഇങ്ങനെ ഓഫീസിലൂടെ നടന്നു വരുന്ന ഈ ഒരു സമയത്ത് അജയൻ്റെ അടുത്തേക്ക് ചെന്നു. എന്നിട്ട് ഈ കുഞ്ഞിൻ്റെ കാര്യം പറയാം. അപ്പോൾ ആദർശിൻ്റെ കുഞ്ഞാണെന്ന് ആർക്കും നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ വിശ്വസിക്കാതിരിക്കാനും അതിൻ്റെതായ കാരണമുണ്ടല്ലോ ഏട്ടാ. അച്ഛനും നയനയും ആദർശിനൊപ്പം തന്നെയാണ് നിൽക്കുന്നത്. പിന്നെ നമ്മൾ അവനെ സംശയിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യമില്ലല്ലോ. നമുക്കറിയാവുന്ന ആദർശ അനിയൊന്നും അങ്ങനെ ഒരു തെറ്റ് ചെയ്യുന്നവരല്ല എന്ന കാര്യം അജയൻ പറയുമ്പം ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ ഉറപ്പായിട്ടും അവർ നമ്മളോട് പറയുമെന്ന് പറഞ്ഞു ജയൻ. എന്തായാലും ഒരു പെണ്ണിനെ പ്രണയിക്കാതെ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലല്ലോ എന്ന് ജയൻ അജയനോട് പറയാം. അങ്ങനെ അവനൊരു പെൺകുട്ടിയെ സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ അവളെ കല്യാണം കഴിക്കണം എന്നുള്ള കാര്യം ആദ്യം സൂചിപ്പിക്കുന്നത് അനിയോടായിരിക്കും എന്ന് പറഞ്ഞു. അനിയെ കൊണ്ട് നമ്മൾക്കരികിൽ പറയിക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞു. ഏട്ടാ, അത് 100% സത്യമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇതൊക്കെ ദേവയാനിക്കും അറിയാം. എന്നിട്ടും ദേവയാനി ആദർശനെ സംശയിക്കുകയാണെന്നും ഇപ്പം ഏതായാലും ആ സംശയങ്ങൾ സത്യങ്ങൾ തെളിയാൻ കാരണമായിട്ടുണ്ടെന്ന് പറഞ്ഞു.
അപ്പോൾ അജയൻ ഇങ്ങനെ നോക്കുക. ആദർശല്ല ചന്തമോളുടെ അച്ഛൻ. പക്ഷേ അനന്തപുരിയിലെ 3 കൊച്ചുമക്കളിൽ ഒരാളാണ് ചന്തമോളുടെ അച്ഛനെന്നാണല്ലോ ആ അച്ഛനോട് പറഞ്ഞത്. അത് സത്യമാണ്. കുടുംബത്തിനകത്ത് ഇത്രയും ചതിയും വഞ്ചനയും നടത്തി ജീവിക്കുന്ന ഒരുത്തനുണ്ടല്ലോ, അബി. അവൻ്റെ കുഞ്ഞാണ് ചന്തമോളെന്ന് പറയുമ്പം അജയനും ഞെട്ടി. ഏട്ടാ, സത്യം അജയ. എന്നിട്ടാണ് അവൻ ആ വീട്ടിൽ കിടന്ന് അതുപോലെ അഭിനയിക്കുന്നത്. ഏട്ടാ, അവൻ്റെ കയ്യും തല്ലി ഒടിക്കേണ്ട സമയം കഴിഞ്ഞു എന്ന് അജയൻ പറയുമ്പം അതെ, പക്ഷേ തൽക്കാലം ഇപ്പോൾ അതിന് ഒന്നും ആരും സമ്മതിക്കാത്തൊരവസ്ഥയാണ്. എന്തായാലും നീ വാ, നമുക്ക് ആദർശിനെ ഒന്ന് കാണാം എന്നും പറഞ്ഞവർ രണ്ടുപേരും കൂടി എന്തിനാ നമ്മൾക്കരികിൽ നിന്നൊക്കെ മറച്ചു വെച്ചതെന്ന് ചോദിക്കാമെന്നും പറഞ്ഞു പോകുക. അപ്പോൾ ആദർശ് എന്ന മകനും നയനി എന്ന് പറയുന്ന മരുമകളും ഏട്ടൻ്റെ ഏട്ടത്തിയുടെ ഭാഗ്യമാണെന്ന് അജയൻ അന്നേരം പറയാം. ഇതുപോലെ ഒരു മക്കളെ കിട്ടില്ല എന്നും പറഞ്ഞു. അങ്ങനെ അതും പറഞ്ഞ് അബിയാണ് തെറ്റ് ചെയ്തതെന്ന് അവർ ഇതുവരെ പറഞ്ഞിട്ടില്ല. അപ്പം അവർ പറയില്ല. കാരണം കുടുംബത്തിനാണ് അവർ ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കുന്നത്. അത് കഴിഞ്ഞേ ഉള്ളൂ അവർക്ക് രണ്ടുപേർക്കും മറ്റെന്തും. ബാ, നമുക്ക് ആദർശിനെ കാണാമെന്ന് പറഞ്ഞ് രണ്ടുപേരും കൂടെ ആദർശിൻ്റെ അടുത്തേക്ക് ചെല്ലുക. അപ്പോൾ ഈ ഒരു കാര്യം ആദർശം നയനയും കൂടെ അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ നിന്നോട് പറഞ്ഞല്ലേ നേരത്തെ തന്നെ അമ്മയോട് ഈ കാര്യം പറയായിരുന്നു എന്ന്, അതുകൊണ്ട് ഒരു കുഴപ്പമില്ലായിരുന്നു എന്ന് പറയുമ്പം ഇത് അമ്മയെ പരീക്ഷിക്കാൻ നമുക്ക് കിട്ടിയ ഒരു അവസരമായിരുന്നു ആദർശേട്ടാ. മോനെ ജീവന് തുല്യം സ്നേഹിക്കുന്ന അമ്മ ആദർശേട്ടനെ സംശയിച്ചില്ലേന്ന് ചോദിച്ചു നയന. ഓ, നീയേ അവിടെ അമ്മയ്ക്ക് മുകളിലായി, നീ എന്നെ സംശയിച്ചില്ലല്ലോ എന്ന് ആദർശ്. അപ്പം ഞാൻ മാത്രമല്ല, ഈ സംഭവത്തിനെല്ലാം തുടക്കം മുതലേ സാക്ഷിയായിരുന്ന മുത്തശ്ശനും പിന്നീട് ഇതൊക്കെ അറിഞ്ഞ മുത്തശ്ശിയും ആദർശേട്ടനാണ് തെറ്റ് ചെയ്തതെന്ന് പറഞ്ഞില്ലല്ലോ. പറഞ്ഞോ? അവർക്കേ എന്നെ അറിയാം, ഞാൻ ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് അവർക്ക് നല്ല ബോധ്യമുണ്ടെന്നും പറഞ്ഞ് ഇവർ സംസാരിക്കുമ്പോഴാണ് ജയനും കൂടെ അങ്ങോട്ടേക്ക് കയറി വരുന്നത്. എന്തിനാടാ മോനെ ഇങ്ങനെ ഒരു ത്യാഗം ചെയ്തത്? നിന്റെ അമ്മ എന്നോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അബിയെ രക്ഷിക്കാൻ വേണ്ടി, അവൻ്റെ ദാമ്പത്യം നിലനിർത്താൻ വേണ്ടി ഭാര്യയും ഭർത്താവും കൂടി നല്ല നാടകം തന്നെയാണ് കളിച്ചതെന്ന് ജയൻ നേരം പറയാം. ഞാൻ അച്ഛനോടും ഇളയച്ചനോടും പറഞ്ഞില്ലേ എൻ്റെ ഭാഗത്ത് തെറ്റൊന്നും ഇല്ല എന്ന്. നിന്റെ ഭാഗത്ത് തെറ്റില്ല എന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ടാണ് നിന്നെ ഞങ്ങളാരും ചോദ്യം ചെയ്യാതിരുന്നത്. ദേവയാനി വന്ന് എന്നോട് സത്യങ്ങൾ തുറന്നു പറഞ്ഞപ്പോഴും ഞാനും പറഞ്ഞത് അത് തന്നെയാണെന്ന് പറഞ്ഞു. നിന്റെ മുത്തശ്ശൻ നിന്നെ സംശയിക്കാത്തിടത്തോളം കാലം ഞങ്ങൾക്കും ഉറപ്പുണ്ട് നിന്റെ കൈകൾ ശുദ്ധമാണെന്നുള്ളത്. അങ്ങനെ ഇവർ ആദർശനോട് സംസാരിക്കുക. അബിയെ പറ്റി ആലോചിക്കുമ്പം പറയാൻ തോന്നുമോ, ഒരു ബ്രാഞ്ച് അവനെ ഏൽപ്പിക്കണമെന്നും പറഞ്ഞ് അവൻ അവിടെ കിടന്ന് പ്രഷർ ചെലുത്തുന്നുണ്ട്. ഇങ്ങനെയുള്ള ഒരുത്തനെ എങ്ങനെയാണ് ഒരു ബ്രാഞ്ചൊക്കെ ഏൽപ്പിക്കുന്നതെന്ന് അജയൻ ചോദിച്ചു. സത്യം പറഞ്ഞാൽ അവൻ ഇപ്പോൾ ഉള്ള ജോലിയിൽ നിന്ന് പോലും പിരിച്ചു പിടിക്കുക വേണ്ടതെന്നും അങ്ങനെയാണ് ചെയ്യേണ്ടതെന്നും പറയുമ്പോൾ ചേച്ചി ഇപ്പോൾ അബിയെ അമിതമായി വിശ്വസിക്കുന്നുണ്ട്. അബിയാണ് ചന്തമോളുടെ അച്ഛനെന്ന് അറിഞ്ഞാൽ ചേച്ചിക്ക് പിന്നെ അത് സഹിക്കാൻ പറ്റത്തില്ല എന്ന് നമ്മുടെ നയന പറയുമ്പോൾ മനസ്സിലായി മോളെ. പക്ഷെ അവനും അവൻ്റെ അമ്മയൊക്കെ നമ്മുടെ കുടുംബത്തിൻ്റെ സമാധാനം തല്ലിക്കെടുത്താനാണ് ശ്രമിക്കുന്നതെന്നും അച്ഛനും അമ്മയും ജലജയും മോനും കാരണം ഒരുപാട് വേദനിക്കുന്നുണ്ടെന്നുള്ള കാര്യവും ജയൻ ഇങ്ങനെ പറയുന്നു. അവർ നല്ലതാണെന്ന് കരുതി കൂട്ടിക്കൊണ്ട് വന്നതാണ് ജലജയെ. അവൾ വരുന്ന സമയത്ത് ഞങ്ങൾക്ക് പെങ്ങന്മാരുണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഞങ്ങൾ അവളെ ഒരുപാട് സ്നേഹിച്ചതാണ്. എന്നിട്ടും അവളുടെ തല തിരിഞ്ഞു പോയി എന്ന് അജയൻ പറയുന്നു. ഇവിടെ മോനെ ആദർശേ, നിനക്ക് ഏറ്റവും കൂടുതൽ കടപ്പാടുണ്ടാവേണ്ടത് നയനമോളോടാണെന്ന കാര്യം ജയൻ ഇങ്ങനെ പറയുന്നു. അങ്ങനെയൊന്നും പറയല്ലേ അച്ഛാന്ന് പറഞ്ഞു. അപ്പോൾ അവനവൻ ചെയ്യുന്ന പാപത്തിൻ്റെ ഫലം അവനവൻ അനുഭവിക്കുമെന്ന് പറയുന്നതൊക്കെ വെറുതെയാണ്. ഇപ്പോൾ അബി ചെയ്യുന്ന പാപത്തിൻ്റെ എല്ലാം ഫലം അനുഭവിക്കേണ്ട ബാധ്യസ്ഥരായി മാറിയിരിക്കുകയല്ലേ നമ്മൾ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നേരത്തേക്ക് നമ്മുടെ ജയൻ ഇങ്ങനെ ആദർശനോട് പറഞ്ഞു. ഇങ്ങനെ നോക്കി ഇവരെല്ലാവരും കൂടെ നിൽക്കുന്നിടത്ത് നിന്നത്തെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണേ. എല്ലാവർക്കും നന്ദി.